അങ്ങനെ ഞാനും എൻ്റെ അളിയനും കൂടെ നൂറനാട് സ്വാതിയിൽ പോയിട്ട് ബബ്ബബ്ബ സിനിമ കണ്ടു. സിനിമ കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെ ഉള്ളിൽ ഈ പറഞ്ഞ ലോജിക്ക് അവർ എഴുതി കാണിക്കുക മാഡ്നസ് എന്നുള്ള സംഭവം, അതായത് നോ ലോജിക്ക്, ആ ലോജിക്കില്ല. ആ ഒരു രീതിയിൽ ഇപ്പം ഗുഡ് ബാഡ് അഗ്ലിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തമിഴിലെ അജിത്തിൻ്റെ, അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതിനകത്ത് ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിൽ എടുത്തേക്കുന്നത്. ഇത് അത്രയും ലോജിക്കില്ലായ്മ ആ ഒരു പ്രശ്നമില്ല, എന്നാൽ പോലും വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കണ്ടു. ഇപ്പോൾ വലിയ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതാണ് ഞാനും പോയത്. കാരണം ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഇതൊക്കെയാണ് വലിയ സൂചിച്ചില്ലാതൊക്കെ. പക്ഷേ തിയേറ്ററിൽ ആ പാട്ട് കണ്ടപ്പം രസമായിട്ട് തോന്നി. പിന്നെ ഗോപി സുന്ദർ അണ്ണൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, അതറിയാനുണ്ട്. ലാലേട്ടനെ കാണിക്കുന്ന സീനാണേലും അതൊക്കെ വെർത്താണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ദിലീപ്, ഇപ്പോഴത്തെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. ആ സാധനം ആക്ടർ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ, ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് ഇഷ്ടപ്പെട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇതിനകത്ത് കുറേ സിനിമകളുടെ റെഫറൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ. എന്നാൽ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസൻ നമ്മളെ കുറച്ച് കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്, അതൊക്കെ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. അത് കുറേ സിനിമയുടെ റെഫറൻസൊക്കെ ചിലയിടത്തൊരു ക്രിഞ്ച് അല്ലെങ്കിൽ ഒരു ചില ചളി പോലെ തോന്നിയാൽ പോലും അത് അടുത്ത സീനിൽ അത് കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോജിക്ക് പരിപാടിയൊന്നും പിടിക്കാതെ, എന്നാൽ ചില സാധനങ്ങൾക്ക് അവരൊരു ലോജിക്കിനൊരു എന്താ പറയുക, ഇത് അങ്ങനെ ആണെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു ഉത്തരം പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സിനിമ കഥ പറയുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ദിലീപിൻ്റെ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനോട് ഇത് പറഞ്ഞാൽ എനിക്ക് ഇതൊരു കുറ്റബോധം അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് വളരെയും ഇത് സംഭവം വർക്ക് ചെയ്ത്, എല്ലാവർക്കും വർക്കാവണമെന്നില്ല, അത് വേറെ കാര്യം. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ നല്ല വൈബിൽ പോയി കണ്ടാൽ ഇത് ഉറപ്പായിട്ടും വർക്കാവുമെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.